ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജി പോർട്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം പറഞ്ഞ താമസ് ആണ്. യെസ്, അപ്പൊ നമ്മുടെ ഓണം എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലെ? നിങ്ങൾ എല്ലാവരും ഇത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ ഇംഗ്ലീഷിന്റെ പോർഷൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ലെസൺസ് ആണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ലെസൺസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ മിസ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്ത ആൾക്കാർ ഒന്ന് ഓടിപ്പോയിട്ട് ആ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. യെസ്, ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട, കാരണം നമ്മൾ എക്സാം ഹാളിൽ എത്തുമ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി പോകും. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഈ ബാക്കിലുള്ള ന്യൂസ് റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കിയേ. സ്കൂൾ ചോദ്യ പേപ്പറുകൾ മാറുന്നു, കാണാപ്പാടമല്ല മനസ്സിലാക്കി എഴുതണം. അതായത് ഓർമ്മ പരിശോധനയാകില്ല പരീക്ഷ, ചിന്തിച്ചെഴുതണം. ഓണപരീക്ഷ മുതൽ പുതിയ രീതി. കണ്ടോ, ഓണം എക്സാം മുതൽ നിങ്ങൾക്ക് പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വരാൻ വേണ്ടി പോകുന്നത്. അതായത് ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 1 ഇയർ, അല്ലെ, തൊട്ട് മുന്നത്തെ, അതായത് 1 വർഷം മുന്നത്തെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ ചാൻസ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ 9th സ്റ്റാൻഡേർഡുകാർ. 8ാം ക്ലാസ്സുകാർക്കും 10ാം ക്ലാസ്സുകാർക്കും അതിന് സ്കോപ്പ് ഇല്ല, കാരണം അവർക്ക് എന്താണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പം നിങ്ങൾക്ക് PYQ ഉണ്ട്, പക്ഷേ നിങ്ങൾക്കും അവിടെ പണി കിട്ടുകയാണ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിലല്ല ഈ വർഷത്തെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എൻറ്റയർലി ഡിഫറെന്റ് ആണ് മക്കളെ. അതായത് ഡിസ്കോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് അവിടെ വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ ചിന്തിച്ചെഴുതുന്ന രീതിയിലുള്ള, നിങ്ങൾ ആലോചിച്ചെഴുതുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം നിങ്ങൾ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പോകുന്നത്. സോ പാറ്റേൺ അടിമുടി മാറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ മക്കളെ, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ലൈക്ക് ചെയ്യാൻ ഒരു മോശം വിചാരിക്കരുത്, ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കസ് വേണ്ടി പോകുന്ന ഒരു വീഡിയോ ആണ്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ ആ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓണം എക്സാമിലേക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരുപാട് നോട്ട്സും മെറ്റീരിയൽസും വീഡിയോസ് ഒക്കെ തന്നെ ആ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ വരുന്നതായിരിക്കും കേട്ടോ. സോ ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യും കൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ 9th സ്റ്റാൻഡേർഡുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ 80 മാർക്സിന് ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി പോകുന്നത് അല്ലേ? യെസ്, 80 മാർക്കിനാണ് ഈ വർഷം നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നിങ്ങളുടെ മൊത്തം സബ്ജക്ട്സ് നോക്കുകയാണെങ്കിൽ ആകെ 3 സബ്ജക്ട്സ് ഉള്ളൂ അല്ലേ? സോഷ്യൽ സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്. ഇതിന്റെ 3 80 മാർക്സിന് നിങ്ങൾ ആൻസേഴ്സ് എഴുതേണ്ടത്. സോ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതായത് ഇംഗ്ലീഷ് എക്സാമിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനിയും മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ സമയമാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. യെസ്, സോ ഇടാ ഫസ്റ്റ് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ, അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പാസേജ് കോംപ്രഹെൻഷൻ ആയിരിക്കും. എന്താണ് ഈ പാസേജ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു ലെസൺ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് റിയലൈസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹാഫ് എ ഡേ ആയിരിക്കാം, ടോയ്ലറ്റ് ആയിരിക്കാം, ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കാം. ഇതിന് ഏതെങ്കിലും ഒരു ലെസൻ്റെ അകത്ത് ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് അവർ തരും. ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ആ ക്വസ്റ്റ്യൻസ് ഇതായിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് 5 മാർക്കിനാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ വരുന്നത്. 5 മാർക്കിനാണ് വരുന്നത്. 5 മാർക്കിന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ അകത്ത് ബേസ്ഡ് ഓൺ എ ലെസൺ ഫ്രം ടെക്സ്റ്റ് ബുക്കിലുള്ള ലെസണിനെ ബേസ് ചെയ്തിട്ടാണ് 2 സിമ്പിൾ ക്വസ്റ്റ്യൻസ്, അതായത് ഒരു സെന്റൻസിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഒരു യുക്തി വെച്ചിട്ട് നിങ്ങൾ ഒരു സെന്റൻസിൽ ചുരുക്കി എഴുതാം. 1-2 സെന്റൻസസിൽ എഴുതാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതേപോലെ തന്നെ മക്കളെ 2 MCQs കാണാം. ഇനി MCQs എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആ ക്വസ്റ്റ്യന്റെ താഴേക്ക് എന്തുണ്ടാവും, ABCD എന്നുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ABCD എന്നുള്ള ഓപ്ഷൻസ് കാണാം. അപ്പൊ ആ ABCDയിൽ ഏതാണോ കറക്റ്റ് ആൻസർ അത് നിങ്ങൾ ജസ്റ്റ് ടിക്ക് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ആ ആൻസർ അവിടെ B ആണെങ്കിൽ B, അല്ലെങ്കിൽ C ആണെങ്കിൽ C, അത് അവിടെ ഓപ്ഷൻ എടുത്ത് എഴുതുക. ഈസി ആണല്ലോ അല്ലെ? യെസ്, അപ്പൊ അങ്ങനെ 2 മാർക്ക് കിട്ടും. 1 മാർക്ക് നൗൺ ഫ്രേസ് അല്ലെങ്കിൽ വെർബ് ഫ്രേസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് ആ പാസേജിൽ നിന്നും നൗൺ ഫ്രേസ് അല്ലെങ്കിൽ വെർബ് ഫ്രേസ് ഏതാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ആ ഒരു സെന്റൻസ് തരും, അവരൊരു സെന്റൻസ് തരും, അതിൻ്റെ അകത്തുനിന്നുള്ള നൗൺ ഫ്രേസ് ഏതാണെന്ന് എഴുതാൻ അല്ലെങ്കിൽ വെർബ് ഫ്രേസ് ഏതാണെന്ന് എഴുതാൻ അത്രയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. 5 മാർക്കാണ് ഈ ക്വസ്റ്റ്യന് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ പോയം കോംപ്രഹെൻഷൻ ആണ്. എന്താണ് ഈ പോയം കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കവിത. ഓക്കെ, മേ ബി കൂടുതലും നമുക്ക് നത്തിങ് ചോയ്സ് തന്നെയാണ് ചോദിക്കാറുള്ളത്. കാരണം സക്സസ് നമ്മുടെ ഫസ്റ്റ് ടേമിലെ എക്സാമിന്റെ പോർഷനിൽ വരാത്തത് കൊണ്ട് തന്നെ
എന്താണ് നത്തിങ് ടോയ്സ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെ. എന്നാലും നിങ്ങളൊരു ധൈര്യത്തിന് വേണമെങ്കിൽ സക്സസും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളൂ. കാരണം സക്സസിൻ്റെ ഞാൻ സ്കീം ഓഫ് വർക്കിൽ നോക്കുമ്പം ഓഗസ്റ്റിൽ പകുതിയും സെപ്റ്റംബറിൽ പകുതിയുമാണ് കാണുന്നത്. എന്നാലും പൊതുവേ സക്സസിന് ക്വസ്റ്റ്യൻസ് കാണാറില്ല. നത്തിങ് ടോയ്സ് ആണ് നമ്മൾ കൂടുതലും പ്രെഡിക്റ്റ് ചെയ്യുന്നത് കേട്ടോ. സോ എന്തായാലും പോയം കോംപ്രഹെൻഷന് ബേസ്ഡ് ഓൺ പോയം ഓർ എക്സ്ട്രാക്ട് ഫ്രം ടെക്സ്റ്റ് ബുക്ക് അതിനകത്ത് 4 മാർക്കിനാണ് കേട്ടോ മക്കളെ ചോദ്യം വരിക. 4-5 മാർക്കിനാണ്. 4 മാർക്കിനാണ് പൊതുവെ കാണാറുള്ളത്. 4-5 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. അതിൻ്റെ അകത്തും ഇതേപോലെ തന്നെ എന്താണ് നമുക്ക് പഠിക്കാനുള്ള ഒരു കവിതയായിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻസ്, അതായത് 1 or 2 സെന്റൻസസിൽ എഴുതാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണാം. അതുപോലെ തന്നെ പോയറ്റിക് ഡിവൈസസ് നിങ്ങൾ ചൂസ് ചെയ്ത് എഴുതേണ്ടി വരും. പോയറ്റിക് ഡിവൈസ് ആ തന്നിട്ടുള്ള ചെറിയ സാധനത്തിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക സിമിലി ആയിരിക്കാം, മെറ്റഫർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അലിട്രേഷനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പിക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ പിക്ക് ഔട്ട് എനി പോയറ്റിക് ഡിവൈസ് എന്നുള്ളൊരു ക്വസ്റ്റൻ ആയിരിക്കും. സോ അതായത് അതിൻ്റെ അകത്തുള്ള പോയറ്റിക് ഡിവൈസ് ഏതാന്നുള്ളത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയണം. പിന്നെ ഇതേപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആ ABCD ഉള്ള നിങ്ങൾക്ക് മനസ്സിലായിടാ ഓപ്ഷൻസ് ആയിട്ട് ABCD എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് നിങ്ങൾ ചൂസ് ചെയ്ത് എഴുതേണ്ടതായിട്ടുള്ള രീതിയിലുള്ള 1-2 ക്വസ്റ്റ്യൻസ് കാണും. സോ ഇങ്ങനെയാണ് നിങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോയം കോംപ്രഹെൻഷൻ വരുന്നത്. ഇനി അടുത്തൊരു സെറ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്താണ്? യെസ്, പോയം അപ്രിസിയേഷൻ ആണ് കേട്ടോ. ഇത് മിക്കവാറും നമ്മൾ ഏകദേശം ഒരു 99% നമുക്ക് ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പൊ തൽക്കാലം അവിടെ ഉള്ളത് ഏതാണ്? നമ്മുടെ നത്തിങ് ട്വൈസ് എന്ന് പറയുന്ന പോയം മാത്രമാണ് കേട്ടോ. നത്തിങ് ട്വൈസ്, യെസ്, നത്തിങ് ട്വൈസ് എന്ന് പറഞ്ഞ പോയമാണ്. സോ ഇതിൻ്റെ അകത്ത് തന്നെയാണ് അപ്രിസിയേഷൻ വരാൻ ചാൻസ് ഉള്ളത്. അതിൻ്റെ അകത്ത് കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന് ചോദിച്ച ലൈൻസ് ആയിരിക്കില്ല, വേറെ ലൈൻസ് ആയിരിക്കാൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ. സോ ആ പോയം നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചു വെച്ചോ. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന ലൈൻസ് എത്രയാണോ അത്രയും ലൈൻസിന്റെ മാത്രം അപ്രിസിയേഷൻ നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. സോ അത് മക്കളെ 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5 മാർക്കിന് ചോദിക്കാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ പാസേജ് കോംപ്രഹെൻഷൻ തന്നെയാണ്. നമ്മൾ ആദ്യത്തത് എന്താണ്? ഫസ്റ്റത്തത് ഒരു പാസേജ് കോംപ്രഹെൻഷൻ ആയിരുന്നു. പക്ഷെ അത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള നമുക്ക് പഠിക്കാനുള്ള സ്റ്റോറിയാണ്. ഇവിടെ ഉണ്ടാവുക നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത, നിങ്ങൾ ഇതുവരെ കാണാത്ത ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ആയിരിക്കും. ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് 4 മുതൽ 5 മാർക്കിന് വരെയാണ് ചോദ്യങ്ങൾ കണ്ടുവരുന്നത് കേട്ടോ. 4 to 5 മാർക്സ് ആണ് ആ ഒരു ക്വസ്റ്റ്യന് വരിക. അതിൻ്റെ അകത്തും ഇതേപോലെ തന്നെ 1 സെന്റൻസിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള 1-2 സെന്റൻസിൽ എഴുതാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും. പിന്നെ MCQs മക്കളെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ PSCക്കൊക്കെ കാണുന്ന പോലത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കാണും. ഇനി എന്താണ് ഈ PSCക്ക് കാണുന്ന പോലത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ നോക്കിയിടാം, വാട്ട് എമംഗ് ദ ഫോളോയിങ് ആർ യുണീക്ക് അബൌട്ട് സ്മോളസ്റ്റ് ഓഫ് ദ എയ്പ്സ്. അതായത് നിങ്ങൾ വായിച്ച പാരഗ്രാഫ് ഉണ്ടല്ലോ, ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് കണ്ടോ ABCD എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് ഒന്ന് ചൂസ് ചെയ്യാനല്ല, എന്താണ്? ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ്. അതായത് ഇത്രയും എണ്ണം തന്നതിൽ നിന്നും ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ് പറഞ്ഞിട്ട് പിന്നെയും കണ്ടോ 1, 2, 3, 4 എന്നിട്ടിട്ട് A, B and C, B and C, B and D, B, C and D ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരിക കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ മാർക്ക് അവിടെ പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ ഇങ്ങനെ PSC മോഡൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കാണുന്ന ഒരു ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പുതിയതായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഇത് കഴിഞ്ഞ വർഷം വരെ ഇല്ലായിരുന്നു. സോ ഇങ്ങനത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യണം. ഇനി അടുത്തതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള നമ്മുടെ ഡിസ്കോഴ്സസ് വരുന്നത് കേട്ടോ. എന്താണ് ഈ ഡിസ്കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പൊതുവെ എഴുതാറുള്ള റൈറ്റപ്സ്, നാരറ്റീവ്സ്, അതേപോലെ തന്നെ എന്താ പറയുക ഡയറി എൻട്രി അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളില്ലേ, ഇതിനെല്ലാത്തിനും കൂടിയാണ് നമ്മൾ ഡിസ്കോഴ്സസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അത് പാർട്ട് A, പാർട്ട് B എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതായത് 17 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക 17 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒരു ഡിസ്കോഴ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു റൈറ്റപ്പ് എഴുതാനാണെന്ന് വിചാരിക്കുക. ആ 17 A എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. A എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ചിലപ്പോൾ റൈറ്റപ്പ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതേ 17 തന്നെ 17Bയും കൂടെ ഉണ്ടാവും. 17Bയും കൂടെ ഉണ്ടാവും. 17Bയിൽ എന്താണ് ചിലപ്പോൾ ഒരു ആദ്യം റൈറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നാരേറ്റീവ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ 17A എഴുതണം അല്ലെങ്കിൽ 17B എഴുതണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതണം. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 17 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 18 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 19 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി, ഒന്ന് ഒഴിവാക്കാം. പക്ഷെ ഇപ്പൊ അത് മാറ്റിയിട്ട് എന്താക്കിയിട്ടുണ്ട്, എത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആ ക്വസ്റ്റ്യന് ഓരോന്നിനും 2 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാന്നുള്ളതായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് പറഞ്ഞത്, നിങ്ങൾ മക്കളെ റൈറ്റിങ്ങിന്റെ സ്പീഡൊക്കെ
ഒക്കെ ഒന്ന് കൂട്ടേണ്ടി വരും കേട്ടോ. ആൻസേഴ്സ് എഴുതുന്നത് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചടഞ്ഞുകൂടി എഴുതി കഴിഞ്ഞാൽ തീരാൻ പോകുന്നില്ല ആൻസേഴ്സ്. സോ 17AB എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ 17 ആണെങ്കിൽ AB കാണും, 18 ആണെങ്കിൽ AB കാണും. ആ AB-യിൽ ഏതെങ്കിലും ഒന്ന് എഴുതണം. 17 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കണം, അതിൽ AO BO നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. 18 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കണം, അതിൽ AO BO അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം, എളുപ്പമുള്ളത് എഴുതാം. അപ്പം 35 to 40 മാർക്സ്, ഒരു ഏകദേശം 37 മാർക്കാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. 37 മാർക്സ് ആണ്, എന്നാലും അറൗണ്ട് 35 to 40 മാർക്സ് ആണ് ഏകദേശം നിങ്ങൾ കണക്കാക്കേണ്ടത്. അതിനകത്ത് നോക്കുകയാണെങ്കിൽ 7 മാർക്കിന് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളിൽ ഒന്ന് റിവ്യൂ ആണ്, ഒന്നെന്താണ് റിവ്യൂ ആണ്, നെക്സ്റ്റ് റൈറ്റപ്പ് ആണ്, അടുത്തത് നാരറ്റീവ്, ഷോർട്ട് എസ്സേ. ഇതൊക്കെയാണ് ചാൻസസ് ഉള്ളത്. അതായത് 7 മാർക്കിന് ചോദിക്കാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ. ഇപ്പം 17A, ഓക്കെ, 17A എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒരു റൈറ്റപ്പ് ആണെന്ന് വിചാരിക്കാം. 17B വരുന്നുണ്ടാവുക എന്തായിരിക്കും, ഷോർട്ട് എസ്സേ ആയിരിക്കും. സോ 7 മാർക്കിന് ചോദിക്കാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻസ് മേ ബി അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് 6 മാർക്കിന് ചോദിക്കാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 7 മാർക്കിന് ഒറ്റ ചോദ്യം ഉണ്ടാവും കേട്ടോ. 7 മാർക്കിന്റെ ഒറ്റ ചോദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. 6 മാർക്കിന്റെ 3 ചോദ്യങ്ങളാണ് ഉണ്ടാവാൻ തോന്നുന്നത്. 6 മാർക്കിന്റെ 2 or 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സോ അതില് ലെറ്റർ ആയിരിക്കാം, ഒന്നെങ്കിൽ ലെറ്റർ ചോദിക്കാം, അല്ലെങ്കിൽ ഇമെയിൽ ചോദിക്കാം, പിന്നെ സ്പീച്ച് ചോദിക്കാം, അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, പ്രൊഫൈല്, ഇതിനൊക്കെ സെയിം വെയിറ്റേജ് ആണ്. 6 മാർക്സ് ആണ് അതിന്റെ വെയിറ്റേജ് വരുന്നത്. ഇനി നെക്സ്റ്റ് 4 മാർക്സിന്റെ വെയിറ്റേജ് വരുന്നതായിട്ട് ഏതൊക്കെയാണ്, കോൺവെർസേഷൻ, ഡയറി എൻട്രി, പിന്നെ ഇവന്റ് ഇൻവിറ്റേഷൻ. ഇവന്റ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോഗ്രാം, അപ്പൊ ഗാന്ധിജി വരുന്ന പ്രോഗ്രാമിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞൊരു പുതിയ പരിപാടി ഉണ്ട്. നമ്മുടെ നോട്ടീസ് എഴുതുന്നത് പോലെ തന്നെയാണ് ഇവന്റ് ഇൻവിറ്റേഷൻ. ഇതിന്റെയൊക്കെ വീഡിയോ മെസ്സേജ് ചെയ്യാം. സോ ഇവന്റ് ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് 4 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ പാരഗ്രാഫ് അല്ലെങ്കിൽ പ്രിപ്പയറിംഗ് ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫിൽ നിന്നും നിങ്ങളോട് അങ്ങോട്ട്, അതായത് നിങ്ങൾ സ്വന്തമായിട്ട് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഡയറി എൻട്രി അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ല ഉണ്ടാക്കേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള ഇടാം. നമുക്ക് നമ്മുടെ സൈഡ് ബോക്സിലൊക്കെ കാണാറില്ലേ, ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡ് ബോക്സിലുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് കാണാറില്ലേ. എന്താണ്, വിത്ത് ഹൂം ഡിഡ് ദ ബോയ് ഗോ ടു ദ സ്കൂൾ, അല്ലെ, ആരുടെ കൂടെയാണ് ബോയ് സ്കൂളിലേക്ക് പോയത്, വിത്ത് ഹിസ് ഫാദർ. അല്ലെങ്കിൽ വാട്ട് ഡിഡ് ദ ബോയ് വെയർ ഓൺ ഹിസ് ഫസ്റ്റ് ഡേ ടു സ്കൂൾ, അല്ലെ, ബോയ് ആ ഒരു സ്കൂളിലേക്ക് ഫസ്റ്റ് ഡേ എന്താണ് ഇട്ടത്, ഹി വോർ എ ഗ്രീൻ യൂണിഫോം, റെഡ് ടാർബൂഷ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതാറില്ലേ. സോ അങ്ങനെ നിങ്ങൾക്ക് തരുന്ന പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് 4 ക്വസ്റ്റ്യൻസ് എഴുതേണ്ടി വരും. പിന്നെ പ്രിപ്പയറിംഗ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് സ്റ്റോറി, ഇങ്ങനെയൊക്കെയാണ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാൻ വേണ്ടി പോകുന്നത്. അടുത്തത് ഇനി ഒരു ഡേറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്തെങ്കിലും ഒരു ട്രെയിനിന്റെ ചാർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈ ചാർട്ട്, എന്തെങ്കിലും ഒരു ചാർട്ട് ആയിരിക്കും മിക്കവാറും തരും. ഒന്നെങ്കിലും ഒരു ടേബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാർ ഡയഗ്രാമോ അല്ലെങ്കിൽ ഒരു പൈ ഡയഗ്രാമോ ഒക്കെ തന്നിട്ട് അത് നിങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ. അപ്പം അതിന് മക്കളെ ഇതേപോലെ തന്നെ സിമ്പിൾ സെന്റൻസസ്, അതായത് ഒരു സെന്റൻസിലോ ഒരു വാക്കിലോ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതേപോലെ തന്നെ നേരത്തെ മിസ് പറഞ്ഞ പോലത്തെ MCQs, PSCക്കൊക്കെ കാണുന്ന പോലത്തെ അങ്ങനെ ഓപ്ഷൻ A and B, ഓപ്ഷൻ C and D എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് MCQസും എവിടെ കാണാം, ഈ പറയുന്ന ഡേറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയാം കേട്ടോ. അടുത്തതാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയ മക്കളെ, ഗ്രാമറിൻ്റെ അകത്തുനിന്ന് 20 മാർക്സ്, 20 മുതൽ 21, 22 മാർക്ക് വരെയാണ് ഗ്രാമറിൽ ചോദിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. 20 ഞാനൊരു സുമാർ കണക്ക് പറഞ്ഞാണ്, 20 to 22 മാർക്സ് ആണ് ഗ്രാമറിൻ്റെ അകത്തുനിന്ന് ചോദിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇനി ഗ്രാമറിൽ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് എല്ലാവർക്കും പേടിയുള്ളൊരു ടോപ്പിക്കില്ലേ. യെസ്, ഗ്രാമറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എഡിറ്റിങ്ങിന് മക്കളെ അവരുണ്ടല്ലോ മാർക്ക് അങ്ങോട്ട് വെട്ടി കുറച്ച് കളഞ്ഞു. 6 എഡിറ്റിംഗ് ഉണ്ടാവും, അതിന് 1/2 മാർക്ക് വീതം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്കാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. 6 into half equal to 3 മാർക്സ്, അതായത് 1/2 മാർക്കായിട്ട് 1 മാർക്ക് കൊടുത്തുകൊണ്ടിരുന്ന എഡിറ്റിംഗ് ആയിരുന്നു, അത് അവർ 1/2 മാർക്കായിട്ട് കുറച്ചു. ഓക്കെ, അങ്ങനെ 6 into half, അതായത് 6 ഡാഷ് ഉണ്ടാവും, അത് നിങ്ങൾ ഓരോന്നിന് 1/2 വീതം എന്നുള്ള പോലെ ആയിട്ട് എത്രയായി, യെസ് 3 മാർക്കാണ് നിങ്ങൾക്ക് എഡിറ്റിങ്ങിന് കിട്ടുക. അതുപോലെ തന്നെ ഇതിൽ സ്റ്റാർ ഐറ്റം എന്ന് പറയാൻ പറ്റുന്നത് ഫ്രേസൽ വെർബ്സ് ആണ് മക്കളെ. ഫ്രേസൽ വെർബ്സ് പഠിക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. നിങ്ങൾ കുറച്ച് ഫ്രേസൽ വെർബ്സ് പഠിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മാർക്കാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എത്രയാണ്, 5 മാർക്കാണ്. അതുകൊണ്ട് സ്റ്റാർ ഐറ്റം എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഫ്രേസൽ വെർബ്സ് നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ 5 മാർക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് പ്രിപ്പോസിഷൻസ് ആണ്. പ്രിപ്പോസിഷൻസ് പറയുമ്പോൾ ഈ ഓൺ, ഇൻ, അറ്റ്, ഓഫ്, അല്ലെ, ബിഹൈൻഡ്, ആഫ്റ്റർ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളില്ലേ. സോ ഇതൊക്കെയാണ് നമ്മൾ പ്രിപ്പോസിഷൻസ്. അതും ഇതേപോലെ തന്നെ 1/2
മാർക്ക് വെയിറ്റേജിൽ 4 ഡാഷാണ് ഉണ്ടാവുക, അതിൽ 1/2 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. അങ്ങനെ 2 മാർക്കാണ് നിങ്ങൾക്ക് പ്രിപ്പോസിഷൻസ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇനി നെക്സ്റ്റ് ഏരിയ എന്താണ്? ഇതും ഒരു സ്റ്റാർ ഐറ്റം ആണ്, കോൺവെർസേഷൻ കംപ്ലീഷൻ. അത് ഉറപ്പായിട്ടും അതൊരു നിർബന്ധമാണ് കേട്ടോ, അതില്ലാത്ത ചോദ്യപേപ്പർ ഇല്ല. യെസ്, അപ്പൊ അതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗ്, ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ, യു ആർ കമ്മിങ് വിത്ത് മീ, ആർൻറ്റ് യു അല്ലേ, ഡിഡ് യു ഗോ ദർ അല്ലേ, അപ്പൊ അങ്ങനെയുള്ള ആർൻറ്റ് യു അല്ലേ, ഡിഡൻറ്റ് യു എന്നുള്ള രീതിയിലുള്ള ആ ജസ്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്, ആർൻറ്റ് യു അല്ലെങ്കിൽ ഡിഡൻറ്റ് യു അല്ലേ, അങ്ങനെയുള്ള ഹാവൻറ്റ് യു ഇങ്ങനെയൊക്കെ ആക്കി എഴുതാനുള്ള ക്വസ്റ്റ്യൻ ടാഗാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക, 1 മാർക്ക് വരിക. നെക്സ്റ്റ് സെന്റൻസ് കംപ്ലീഷൻ, അതായത് തൊട്ട് താഴത്തെ സെന്റൻസ് ഒരു ഡാഷ് ആയിരിക്കും, മൊത്തത്തിലൊരു ഡാഷ് ആയിരിക്കും. ഈ ഡാഷ് കഴിഞ്ഞിട്ട് ഈ അടുത്ത ആള് പറയുന്ന ഡയലോഗ് എന്താണോ ആ ഡയലോഗിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെന്റൻസ് ആണ് നിങ്ങൾ മേലെ എഴുതേണ്ട വരിക. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനും ഉണ്ടാവും. പിന്നെ ഇഫ് ക്ലോസ്, ഓക്കെ, ഇഫ് വന്നു കഴിഞ്ഞാൽ അല്ലേ, ഇഫ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ഒരു ഇഫ് ക്ലോസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതേപോലെ തന്നെ യു ഹാഡ് ബെറ്റർ, അതായത് ഒരു ഉപദേശം കൊടുക്കുന്ന പോലെ യു ഹാഡ് ബെറ്റർ, നിനക്ക് നമ്മൾ സജഷൻ കൊടുക്കുകയാണ്, ഓക്കെ, നിനക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നു എന്നുള്ളതാണ് ഹാഡ് ബെറ്റർ കേട്ടോ. സോ ഹാഡ് ബെറ്ററിൻ്റെ അകത്തുനിന്നും ഇങ്ങനെ ഒരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ കാണാം? കോൺവെർസേഷൻ കംപ്ലീഷനിൽ കാണാം. ആൻഡ് ലാസ്റ്റ് നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ചും ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ അകത്തുനിന്ന് ഒരു 2 മാർക്സ് ആണ് വരിക കേട്ടോ. അത് ഈസിയാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് ഒക്കെ ഒന്ന് ജസ്റ്റ് നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ് ചെയ്യാനായിട്ട്. 2 മാർക്സ് ആണ്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത് നോക്കിയിട്ട് ഒരു 2 മാർക്സ്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഫോർമാറ്റ്. നിങ്ങളുടെ 9th സ്റ്റാൻഡേർഡിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഫോർമാറ്റ് ഏകദേശം ഇതുപോലെയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ എക്സാം ഹാളിൽ എത്തിയിട്ട് ആദ്യമായിട്ട് ഇത് കണ്ടിട്ട് പേടിക്കണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആക്ടിവിറ്റീസ് വേണം അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വേണം എന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മിസ് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യാം കേട്ടോ. മക്കളെ, നമ്മുടെ ഓണം സ്പെഷ്യൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിനെ കുറിച്ച് മറക്കേ ചെയ്യരുത്. അതിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്ത് വെക്കണം. കാരണം ഇതേപോലത്തെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസ് ഒക്കെ ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. യെസ്, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ്.